ഇതൊരു വെറും ശരീരഭാഗം മാത്രമാണെങ്കിൽ മനുഷ്യൻ ഇതിന്റെ പേര് കേട്ട് ഇത്രയധികം ഭയക്കുന്നത് എന്തിനാണ്? ഇത് വെറും കാമവുമായി മാത്രം ബന്ധപ്പെട്ടതാണെങ്കിൽ നൂറ്റാണ്ടുകളായി ഇതിനെ സൃഷ്ടിയുടെ കവാടമെന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഇത് കേവലം അശുദ്ധമായി കരുതപ്പെടേണ്ട ഒന്നാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിതം വീണ്ടും വീണ്ടും എങ്ങനെ ജനിക്കുന്നു? ഇന്ന് ഏത് വാക്ക് കേൾക്കുമ്പോഴാണോ മനസ്സ് സങ്കോചിക്കുന്നതേ വാക്കിനെ ഒരു കാലത്ത് ശക്തിയുടെ കേന്ദ്രം എന്ന് വിളിച്ചിരുന്നു. ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണോ ആളുകളടക്കം പറഞ്ഞ് സംസാരിക്കുന്നതേ വിഷയം ഒരു കാലത്ത് തുറന്ന രീതിയിൽ വിശദീകരിക്കപ്പെട്ടിരുന്നു. സത്യത്തിന് മാറ്റം വന്നിട്ടില്ല, അത് നോക്കുന്നവന്റെ കാഴ്ചപ്പാടിലാണ് മാറ്റം വന്നത്. കാഴ്ചപ്പാട് മാറുമ്പോൾ അതിന്റെ അർത്ഥവും മാറുന്നു. ഈ കാര്യം മനസ്സിലാക്കുന്നതിനു മുൻപ് ഒരു കാര്യം വ്യക്തമാകണം. ഇവിടെ ഏതെങ്കിലും ശരീരത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഭോഗത്തെക്കുറിച്ചുള്ള സംസാരമല്ല. ഇവിടെ പ്രകോപനത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ സംസാരിക്കുന്നത് ആ മൂലതത്വത്തെക്കുറിച്ചാണ്. അത് മനസ്സിലാക്കാതെ ഈ വിഷയത്തിൽ പറയുന്ന ഓരോ കാര്യവും ഒന്നുകിൽ തെറ്റായി തോന്നും, അല്ലെങ്കിൽ അപകടകരമായി തോന്നും. മനുഷ്യൻ ഭാഷ ഉണ്ടാക്കിയപ്പോൾ വാക്കുകൾ വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല. അവ സൂചനകളായിരുന്നു, അവ പ്രതീകങ്ങളായിരുന്നു. നേരിട്ട് വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത ആ അനുഭവത്തിലേക്കായിരുന്നു അവ വിരൽ ചൂണ്ടിയത്. ആകാശത്തെ ആർക്കും കൈക്കുള്ളിൽ ഒതുക്കാൻ കഴിയാത്തതുപോലെ സൃഷ്ടിയുടെ പ്രക്രിയയെയും നേരിട്ട് വിശദീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സൂചനകളും രൂപകങ്ങളും പ്രതീകങ്ങളും ഉണ്ടായത്. പ്രശ്നം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്രതീകത്തെ അക്ഷരാർത്ഥത്തിൽ വായിക്കുമ്പോൾ അർത്ഥം ഇല്ലാതാകുന്നു. സൂചനയെ ഒരു വസ്തുവായി കരുതുമ്പോൾ സത്യം വികൃതമാകുന്നു. ഇന്ന് കേവലം ശരീരവുമായി മാത്രം ബന്ധിപ്പിക്കപ്പെട്ട ആ വാക്കിന്റെ മൂല്യാർത്ഥം ശരീരത്തിനുമപ്പുറമായിരുന്നു. പുരാതന കാഴ്ചപ്പാടിൽ ലോകത്തെ പവിത്രമെന്നും അശുദ്ധമെന്നും രണ്ടായി തിരിച്ചിരുന്നില്ല. ഈ വിഭജനം വളരെ കാലം കഴിഞ്ഞാണ് വന്നത്. മുൻപ് ഒരേയൊരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം നൽകുന്നവൻ ആരോ അവൻ ആദരിക്കപ്പെടേണ്ടവനാണ്. ഭൂമിയെ എന്തുകൊണ്ടാണ് മാതാവ് എന്ന് വിളിച്ചത്? അവൾ ഒരു സ്ത്രീയായതുകൊണ്ട് മാത്രമാണോ? അല്ല, അവൾ ധരിക്കുന്നതുകൊണ്ടാണ്. അവൾ വിത്തിനെ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അവൾ സമയം നൽകുന്നതുകൊണ്ടാണ്. അവൾ ക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ്. അവൾ പോഷിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, ഈ കാര്യങ്ങൾ ഭൂമിക്ക് മാത്രമുള്ളതാണോ? അതോ സൃഷ്ടിയുടെ ഓരോ തലത്തിലും ഈ നിയമം ബാധകമാണോ? വിത്ത് എവിടെയിട്ടാലും അനുയോജ്യമായ മേഖലയില്ലെങ്കിൽ അത് നശിച്ചുപോകും. ചിന്ത എവിടെ പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവർ ഇല്ലെങ്കിൽ അത് മരിച്ചുപോകും. ശക്തി എവിടെ ഇറങ്ങിയാലും ആധാരമില്ലെങ്കിൽ അത് വിനാശമായി മാറും. അതുകൊണ്ട് ഓരോ സൃഷ്ടിക്കും ഒരു ആധാരം വേണം, ഒരു സ്ഥാനം വേണം, സ്വീകരിക്കുന്ന ഒരു മേഖല വേണം. ഇവിടെ നിന്നാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം തുടങ്ങുന്നത്. എന്നാൽ സമൂഹം ക്രമേണ ശരീരത്തെ തന്നെ എല്ലാമായി കരുതിയപ്പോൾ പ്രതീകം തകർന്നു. ബോധത്തിനു പകരം ഇന്ദ്രിയസുഖം മാത്രം അവശേഷിച്ചപ്പോൾ ഒരു കാലത്ത് ബ്രഹ്മാണ്ടത്തിന്റെ ഭാഷയായിരുന്ന അതേ വാക്ക് ഒരു തെറിയായി മാറി. ഒരു വാക്ക് തെറിയായി മാറുമ്പോൾ അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യവും ഇരുട്ടിലേക്ക് പോകുന്നു. ഈ ഇരുട്ടിൽ ഭയം ജനിക്കുന്നു. ഭയത്തിൽ നിന്ന് വെറുപ്പ് ജനിക്കുന്നു. വെറുപ്പിൽ നിന്ന് നിരോധനം ജനിക്കുന്നു. പിന്നെ ജീവിതത്തിന് ജന്മം നൽകുന്ന അതേ സമൂഹമാ ജീവിതത്തിന്റെ വാതിലിനെ അശുദ്ധമെന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ഈ വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജന്മത്തെ ഒരു ഉത്സവമായി കരുതിയ ഏത് രാജ്യമാണോ അതേ രാജ്യത്ത് ജന്മത്തിന്റെ വാതിലിനെ മറച്ചുവെച്ചു. സൃഷ്ടിയെ ദിവ്യമെന്ന് വിളിച്ച ഏത് സംസ്കാരമാണോ അതേ സംസ്കാരത്തിൽ സൃഷ്ടിയുടെ ഉറവിടത്തെ ലജ്ജയുടെ വിഷയമാക്കി മാറ്റി. ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതല്ല. സാധനയുടെ സ്ഥാനത്ത് ആചാരങ്ങൾ വന്നപ്പോൾ അർത്ഥം നഷ്ടപ്പെട്ടു. അനുഭവത്തിന് പകരം നിയമങ്ങൾ വന്നപ്പോൾ പ്രതീകങ്ങൾ മരിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയപ്പോൾ ഉത്തരങ്ങൾ കല്ലുകളായി മാറി. പുരാതന പാരമ്പര്യത്തിൽ ശരീരത്തെ ഒരിക്കലും തള്ളിക്കളഞ്ഞിരുന്നില്ല എന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ ശരീരത്തെ അന്തിമ സത്യമായി കരുതിയിരുന്നുമില്ല. ശരീരം ഒരു സാധനമായിരുന്നു, ഒരു മാധ്യമമായിരുന്നു. വിളക്ക് സ്വയം പ്രകാശമല്ല, പക്ഷേ പ്രകാശത്തെ വെളിപ്പെടുത്തുന്നു. അതുപോലെ സൃഷ്ടിയുടെ ആ തത്വം ശരീരത്തിലൂടെയാണ് വെളിപ്പെട്ടിരുന്നത്, പക്ഷേ ശരീരം അതിന്റെ ലക്ഷ്യമായിരുന്നില്ല. ഇന്നത്തെ പ്രശ്നം എന്തെന്നാൽ ആളുകൾ ഒന്നുകിൽ ശരീരത്തെ മാത്രം കാണുന്നു, അല്ലെങ്കിൽ ശരീരത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. രണ്ട് കാഴ്ചപ്പാടുകളും അപൂർണമാണ്. കാരണം ജീവിതത്തെ മനസ്സിലാക്കുന്നവൻ തള്ളിക്കളയുകയോ മുറുകെ പിടിക്കുകയോ ചെയ്യുന്നില്ല. അവൻ നോക്കുന്നു, മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു.
ഏതു വാക്കിനെയാണോ ആളുകൾ ഭയക്കുന്നതേ വാക്കിലൂടെയാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ഏത് പ്രക്രിയയെയാണോ ആളുകൾ അശുദ്ധമെന്ന് വിളിക്കുന്നതേ പ്രക്രിയയിലൂടെയാണ് ഓരോ വിശുദ്ധനും രാജാവും സാധകനും ജനിച്ചത്. അതുകൊണ്ട് ആ വാക്ക് ശരിയാണോ തെറ്റാണോ എന്നതല്ല ചോദ്യം. നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഒരു വിഷയത്തെ അടിച്ചമർത്തുക മാത്രം ചെയ്യുമ്പോൾ അത് വികൃതമാകുന്നു. അത് അനുഭവിച്ചു തീർക്കുക മാത്രം ചെയ്യുമ്പോൾ അത് നശിക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ അത് മോചനം നൽകുന്നു. ഈ വിഷയത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതി ഇതിനെ ഒന്നുകിൽ നിശബ്ദമാക്കി അല്ലെങ്കിൽ തെറ്റായ കൈകളിൽ ഏൽപ്പിച്ചു എന്നതാണ്. കാഴ്ചപ്പാടില്ലാത്തവർ ഇതിനെ കാമമാക്കി മാറ്റി. ധൈര്യമില്ലാത്തവർ ഇതിനെ മോശമെന്ന് വിളിച്ചു. എന്നാൽ സത്യം ഇവ രണ്ടിനുമിടയിൽ എവിടെയോ നിൽക്കുന്നു, ശാന്തമായി മൗനമായി കാത്തിരിപ്പിൽ. പുരാതന കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും വെറും ശരീരമായിരുന്നില്ല. അവർ തത്വങ്ങളായിരുന്നു. ഒന്ന് സജീവം, ഒന്ന് സ്വീകരിക്കുന്നവൻ. ഒന്ന് നൽകുന്നവൻ, ഒന്ന് ധരിക്കുന്നവൻ. ഇവർ രണ്ടുപേരും സന്തുലിതാവസ്ഥയിലാകുമ്പോൾ മാത്രമേ സൃഷ്ടി നടക്കുമായിരുന്നുള്ളൂ. ഈ സന്തുലിതാവസ്ഥ മനസ്സിലാക്കാൻ പ്രതീകങ്ങളുടെ ഭാഷ ഉപയോഗിച്ചു. കാരണം നേരിട്ട് പറയാൻ കഴിയാത്തത് സൂചനകളിലൂടെ പറഞ്ഞു തരുന്നു. എന്നാൽ സൂചന മനസ്സിലാക്കാൻ ബോധം വേണം. ബോധം താഴേക്ക് പോകുമ്പോൾ സൂചനകൾ മോശമായി തോന്നാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വിഷയം മുഴുവൻ മനസ്സിലാക്കാൻ ആദ്യം മനസ്സ് വൃത്തിയാക്കണം. തനിക്കുള്ളിലെ ലജ്ജയെ നോക്കണം. തനിക്കുള്ളിലെ ഭയത്തെ തിരിച്ചറിയണം. കാരണം നോക്കുന്നവൻ തന്നെ അസ്വസ്ഥനാണെങ്കിൽ കാണുന്ന സത്യവും വികൃതമായി തന്നെ തോന്നും. ഇതൊരു കഥയല്ല, ഇതൊരു സങ്കല്പമല്ല. മനുഷ്യനാഗരികതയുടെ ആ തിരിച്ചറിവിന്റെ ഭാഗമാണിൽക്കാലം അതിനെ മങ്ങലേൽപ്പിച്ചു. ആ മൂടൽമഞ്ഞ് നീങ്ങുമ്പോൾ നാം അടച്ചുപൂട്ടിയ ആ വാതിൽ തന്നെയായിരുന്നു ജീവിതത്തിന്റെ മൂലമെന്ന് കാണാൻ കഴിയും. ഈ കാര്യം മനസ്സിലാക്കാതെ ഈ വിഷയം എപ്പോഴും തെറ്റായി മാത്രമേ മനസ്സിലാക്കപ്പെടുകയുള്ളൂ. അതായത് പുരാതന ജ്ഞാനം ഒരിക്കലും ശരീരത്തെ അന്തിമ സത്യമായി കരുതിയിരുന്നില്ല. ശരീരം പ്രവേശന കവാടമായിരുന്നു, അതിരല്ല. അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് വെറും ദേഹവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, അത് ബോധവുമായി ബന്ധപ്പെട്ടതാണ്. ബോധത്തെ വിശദീകരിക്കാൻ തിരഞ്ഞെടുത്ത ഭാഷ പ്രതീകങ്ങളുടെ ഭാഷയായിരുന്നു. ഇന്ന് നാം കേട്ട് ഞെട്ടിപ്പോകുന്ന ആ വാക്കുകൾ കേട്ട് അക്കാലത്ത് ആരും അസ്വസ്ഥരായിരുന്നില്ല. കാരണം അന്ന് കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അന്ന് നോക്കുന്നവൻ ആ വാക്കിന് പിന്നിൽ എന്തു സൂചനയാണ് മറഞ്ഞിരിക്കുന്നത് എന്നറിയാമായിരുന്നു. ഇന്ന് നോക്കുന്നവൻ വാക്കുമാത്രമാണ് പിടിക്കുന്ന സൂചനയല്ല. ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: സൃഷ്ടി തനിയെ നടക്കില്ല. ഒരു ശക്തിയും തനിയെ ഫലം നൽകുന്നില്ല. വിത്ത് മാത്രം ഉണ്ടാവുകയും മേഖലയില്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ ഒന്നും മുളയ്ക്കില്ല. മേഖല മാത്രം ഉണ്ടാവുകയും വിത്തില്ലാതിരിക്കുകയും ചെയ്താൽ അവിടെയും ഒന്നും സംഭവിക്കില്ല. സൃഷ്ടി നടക്കുന്നത് രണ്ടുപേരും കൂടിച്ചേരുമ്പോഴാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ച കേവലം ശാരീരികമല്ല, ഇത് തത്വങ്ങളുടെ കൂടിക്കാഴ്ചയാണ്. ഒരു തത്വം സജീവതയുടേതാണൊരു തത്വം സ്വീകാര്യതയുടേതാണ്. പുരാതന കാഴ്ചപ്പാടിൽ ഇവരെ പുരുഷനെന്നും സ്ത്രീയെന്നും വിളിച്ചു. എന്നാൽ ഈ പേരുകൾ ശരീരം കാരണമായിരുന്നില്ല, ഗുണങ്ങൾ കാരണമായിരുന്നു. നൽകുന്നവൻ ആരോ, പ്രവഹിക്കുന്നവൻ ആരോ, തീരുമാനിക്കുന്നവൻ ആരോ, അവൻ ഒരു പക്ഷമാണ്. സ്വീകരിക്കുന്നവൻ ആരോ, ധരിക്കുന്നവൻ ആരോ, സമയം നൽകുന്നവൻ ആരോ, അവൻ മറുപക്ഷമാണ്. ഇവിടെ വളരെ സൂക്ഷ്മമായ ഒരു കാര്യമുണ്ട്: നൽകുന്നത് എളുപ്പമാണ്, ധരിക്കുന്നത് പ്രയാസമാണ്. വിത്തിടുന്നത് എളുപ്പമാണെന്നാൽ 9 മാസത്തോളം അതിനെ തനിക്കുള്ളിൽ വയ്ക്കുക, അതിനെ പോഷിപ്പിക്കുക, സുരക്ഷിതമായി വയ്ക്കുക, ഇതാണ് യഥാർത്ഥ ശക്തി. അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ സ്വീകാര്യതയെ ഒരിക്കലും ബലഹീനതയായി കണ്ടില്ല, മറിച്ച് സൃഷ്ടിയുടെ വേരായി കണ്ടു. ഇക്കാരണത്താൽ സൃഷ്ടിയുടെ സാധ്യത ജനിക്കുന്ന ആ സ്ഥാനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. ഈ സ്ഥാനം ഏതെങ്കിലും ഒരു അവയവമായിരുന്നില്ല, ഇതൊരു തത്വമായിരുന്നു. ഊർജം രൂപാന്തരപ്പെടുന്ന മേഖലയായിരുന്നു. അത്തവിടെ അമൂർത്തമായത് മൂർത്തമാകുന്നു, ചിന്ത രൂപം കൊള്ളുന്നു. ഇവിടെ എവിടെയാണ് തെറ്റുപറ്റിയത്? ആളുകൾ പ്രതീകത്തെ തന്നെ ഒരു വസ്തുവായി കരുതിയപ്പോഴാണ് തെറ്റുപറ്റിയത്. ഒരു തത്വം വിശദീകരിക്കാൻ ഉപയോഗിച്ച അതേ വാക്കിനെ ശരീരവുമായി ബന്ധിപ്പിച്ചു. ശരീരവുമായി ബന്ധിപ്പിച്ചപ്പോൾ അതിനോടൊപ്പം എല്ലാ കാമങ്ങളും ഭയവും ലജ്ജയും അതിൽ പറ്റിപ്പിടിച്ചു.
എന്നാൽ ഗ്രന്ഥങ്ങളിൽ ആ സ്ഥാനത്തെ പൂജിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു അവയവത്തെ പൂജിക്കുന്നതല്ല, സൃഷ്ടിയെ സാധ്യമാക്കുന്ന ആ കഴിവിനെ അംഗീകരിക്കലാണത്. പൂജ എന്നതിനർത്ഥം ഇവിടെ പൂക്കൾ അർപ്പിക്കുകയോ മന്ത്രം ചൊല്ലുകയോ എന്നല്ല. പൂജ എന്നാൽ സ്വീകരിക്കുക, ആദരിക്കുക, മനസ്സിലാക്കുക എന്നാണ്. എടുക്കുന്ന പ്രവണത മാത്രം കൂടുന്ന സമൂഹത്തിൽ വിനാശം തുടങ്ങുന്നു. ധരിക്കാനുള്ള ശേഷി കുറയുന്ന സമൂഹത്തിൽ ജീവിതം തകരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് താന്ത്രിക പാരമ്പര്യത്തിൽ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞു. സ്വീകാര്യതയ്ക്ക് ആദരം ലഭിക്കാത്ത കാലത്തോളം സൃഷ്ടി അസന്തുലിതമായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീതത്വത്തെ വെറും ദേഹമായി കാണാതെ ശക്തിയായി മനസ്സിലാക്കിയത്. ഈ ശക്തി അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല, ഈ ശക്തി സാവധാനമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ ശക്തിക്ക് ക്ഷമ വേണം, ഈ ശക്തിക്ക് സമയം വേണം. ആധുനിക മനുഷ്യന് ക്ഷമയുമില്ല, സമയവുമില്ല. അതുകൊണ്ട് ആധുനിക മനസ്സിന് ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ ഒന്നുകിൽ ഉടൻ ഭോഗം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉടൻ നിരോധനം ആഗ്രഹിക്കുന്നു. ഇടയിലുള്ള വഴിയതായത് തിരിച്ചറിവിന്റെ വഴി അവന് പ്രയാസമായി തോന്നുന്നു. സൃഷ്ടിയുടെ കവാടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാനം കേവലം ഭൗതികം മാത്രമല്ല, അത് ബോധത്തിന്റെ വാതിൽ കൂടിയാണെന്നും ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തിൽ ഊർജം മുകളിലേക്കും താഴേക്കും ഒഴുകുന്നതുപോലെ ബോധത്തിലും പ്രവാഹമുണ്ട്. ഊർജം താഴെ തങ്ങി നിൽക്കുമ്പോൾ ഭയം ജനിക്കുന്നു, അതേ ഊർജം മുകളിലേക്ക് ഉയരുമ്പോൾ ഉണർവുണ്ടാകുന്നു. എന്നാൽ മുകളിലേക്ക് ഉയരുന്നതിനു മുൻപ് താഴെയുള്ളതിനെ സ്വീകരിക്കണം. എന്തിനെയാണോ അടിച്ചമർത്തുന്നത് അത് മുകളിലേക്ക് ഉയരില്ല. എന്തിനെയാണോ തള്ളിക്കളയുന്നത് അത് വികൃതമായി തിരിച്ചുവരും. അതുകൊണ്ട് പുരാതന സാധനയിൽ തള്ളിക്കളയൽ ഇല്ലായിരുന്നു, അവിടെ തിരിച്ചറിവുണ്ടായിരുന്നു, രൂപാന്തരീകരണമുണ്ടായിരുന്നു. താഴെ സൃഷ്ടിയായി മാറുന്ന അതേ ശക്തി മുകളിൽ ബോധമായി മാറുമെന്ന് അവിടെ പഠിപ്പിച്ചു. ഈ കാര്യം കേൾക്കാൻ ലളിതമായി തോന്നും, പക്ഷേ ഇത് ജീവിക്കുക എന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഈ മാർഗം ഒരിക്കലും സാധാരണക്കാർക്കായി പറഞ്ഞുകൊടുത്തില്ല. ഇതിനെ രഹസ്യമായി വെച്ചു. അത് തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അപൂർണമായ തിരിച്ചറിവ് ഇതിനെ അപകടകരമാക്കിയേക്കാം എന്നതുകൊണ്ടാണ്. ഒരാൾ തയ്യാറെടുപ്പില്ലാതെ ഈ അറിവിനെ തൊടുമ്പോൾ അവൻ അതിനെ കാമത്തിലേക്ക് താഴ്ത്തിക്കളയുന്നു. പിന്നീട് അതേ വ്യക്തി തന്നെ പറയുന്നു, ഇതെല്ലാം മോശമാണിതെല്ലാം ഭ്രമമാണ് എന്ന്. സത്യത്തിൽ ദോഷം അറിവിന്റേതല്ല, അത് ധരിക്കുന്നവന്റേതാണ്. സൃഷ്ടിയെ ആദരിക്കുന്നവൻ ഒരിക്കലും ജീവിതത്തോട് പോരാടില്ലെന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ജീവിതത്തോടൊപ്പം ഒഴുകുന്നു. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ടെന്ന് അവൻ അറിയുന്നു. ഓരോ പ്രക്രിയയ്ക്കും ഒരു ക്രമമുണ്ട്. ഇന്നത്തെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഉടൻ ആഗ്രഹിക്കുന്നു. അവന് ഫലമാണ് വേണ്ട, പ്രക്രിയയല്ല. ഈ വിഷയം പ്രക്രിയയുടേതാണ്, വളരെ ആഴത്തിലുള്ള പ്രക്രിയയുടേതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശാന്തനാകണം. തനിക്കുള്ളിലെ ധൃതി വെടിയണം. തനിക്കുള്ളിലെ ഭയത്തെ നോക്കണം. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നാം വെറും ദേഹമെന്ന് കരുതിയത് ജീവിതത്തിന്റെ നിയമമാണെന്ന് പതിയെ പതിയെ മനസ്സിലാകും. അതേ നിയമം ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. അതേ നിയമം ബോധത്തിൽ പ്രവർത്തിക്കുന്നു. അതേ നിയമം ബ്രഹ്മാണ്ടത്തിൽ പ്രവർത്തിക്കുന്നു. എവിടെ സ്വീകാര്യതയുണ്ടോ അവിടെ സൃഷ്ടിയുണ്ട്. എവിടെ തിരസ്കരണമുണ്ടോ അവിടെ തകർച്ചയുണ്ട്. അതുകൊണ്ടാണ് ആ തത്വം പൂജാർഹമായി കരുതപ്പെട്ടത്. അത് ശരീരമായതുകൊണ്ടല്ല, മറിച്ച് അത് ജീവിതത്തെ സാധ്യമാക്കുന്നതുകൊണ്ടാണ്. ഇവിടെ അന്ധവിശ്വാസമില്ല, അത്ഭുത കഥകളില്ല. ഇവിടെ നിരീക്ഷണം മാത്രമേയുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം.